വെട്ടിക്കോട് ചാലിലും സമീപ പുഞ്ചയിലും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ചുനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ.ആർ. അനിൽകുമാർ പറഞ്ഞു. മുൻപ് പലതവണ പഞ്ചായത്തിന്റെ മേൽനോട്ടത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പ്രതിഷേധാർഹമാണ്. കർശന നിയമ നടപടി ഇതിൽ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. വെട്ടിക്കോട് ചാലിന്റെ പരിസരത്ത് മാലിന്യ കൂമ്പാരം കുറേ നാളുകളായി നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്. വളരെ ദീർഘനാളുകളായി ഇവിടുത്തെ ഈ പ്രശ്നം പഞ്ചായത്ത് കൈകാര്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ പ്രദേശത്തെ ബഹുജനങ്ങൾ ഈ പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ സായാഹ്ന ധർണ ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുമുള്ളതാണ്. വലിയ ജനകീയ കൂട്ടായ്മ ഇതിൻ്റെ പേരിൽ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഓരോ തവണയും മാലിന്യം നാം നീക്കം ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും കുറേ ആളുകൾ അവിടെ മാലിന്യം വന്നിടുന്നത് ഒരു പതിവായി മാറിയിരിക്കുകയാണ്. പല വിധത്തിലുള്ള ആഹാര അവശിഷ്ടങ്ങളടക്കമാണ് അവിടെ കൊണ്ടുവന്ന് വെട്ടിക്കോട് ചാലിന് പരിസരത്ത് കൊണ്ടുവന്ന് തള്ളുന്നത്. കക്കൂസ് മാലിന്യം ഉൾപ്പെടെ തള്ളിയതായി പരാതി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത്തവണയും വലിയ മാലിന്യക്കൂമ്പാരമാണ് ആ പ്രദേശത്തുണ്ടായത്. അത് ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നീക്കം ചെയ്തു. എന്നാൽ തുടർന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കും എന്ന് തന്നെയാണ് പഞ്ചായത്ത് കാണുന്നത്. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ വലിയ അവബോധമാണ് ഉണ്ടാവേണ്ടത്. ഇക്കാര്യത്തിൽ ബഹുജനങ്ങളുടെ കൂട്ടായ ശ്രദ്ധ ഉണ്ടായാൽ മാത്രമേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയൂ. മാലിന്യമുക്ത കേരളം എന്ന വലിയൊരു സ്വപ്നത്തിലേക്ക് നാം അടിവെച്ച് നീങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാനാവുന്നതല്ല. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ CCTV ക്യാമറ സ്ഥാപിക്കും. കെൽട്രോണിനെയാണ് ആ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതല്ലാതെ പോലീസിൻ്റെ കൂടി ശ്രദ്ധ ഉണ്ടാവണം എന്ന് പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. നൂറനാട്ടെയും വള്ളികുന്നത്തെയും പോലീസ് അധികാരികൾക്ക് ഇക്കാര്യത്തിൽ ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതുകൊണ്ടൊന്നും ഈ പ്രശ്നത്തിന് പൂർണ്ണമായ പരിഹാരം ഉണ്ടാവില്ല. ഇക്കാര്യത്തിൽ പൂർണ്ണമായ പരിഹാരം ഉണ്ടാവണമെങ്കിൽ ജനങ്ങളുടെ കൂട്ടായ പരിശ്രമം ഉണ്ടാവണം. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർ നാടിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന ബോധമുണ്ടാവണം. എല്ലാവരും ഈ നാടിൻ്റെ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി, ഈ നാടിൻ്റെ ശരിയായ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയുള്ളൂ. അതിനായി ഓരോരുത്തരും സഹകരിക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്.